റോഡ് സ്പിയർ, വീഥിശൂലം. വീഥിശൂലവും അതിൻ്റെ ഫലങ്ങളും. ഒരു വീഥി അവസാനിക്കുന്നിടത്തുള്ള ഭൂമി നിവാസയോഗ്യമല്ല എന്നുള്ള വിശ്വാസം എല്ലാ ജനങ്ങൾക്കും ഉണ്ട്. ഒരു സ്ഥലത്ത് വീഥി കടന്നു പോകാതെ നിന്നുപോയാൽ അതിനെ ഡെഡ് എൻഡ് എന്ന് പറയും. അങ്ങനെയുള്ള സ്ഥലത്ത് വിദ്യുത്കാന്ത ശക്തി തരംഗങ്ങൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കേന്ദ്രീകരിക്കുന്നു. ഇത് ശാസ്ത്രവും സമ്മതിക്കുന്ന പരമാർത്ഥമാണ്. ഇതിനെയാണ് വീഥിശൂലം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്ഥലത്ത് വീട് വെച്ച് താമസിച്ചാൽ അത് ശാരീരിക ആർത്ഥിക പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. പക്ഷേ എല്ലാ വീഥികളും ഹാനികരങ്ങളല്ല. 8 വീഥിശൂലങ്ങളിൽ 4 മാത്രമേ ഹാനികരമാവുന്നുള്ളൂ. അത് ഏവയാണെന്ന് നോക്കാം. പൂർവ്വ ആഗ്നേയ ദിശ, ഈസ്റ്റ് ആഗ്നേയ, ധനനഷ്ടം, ചതി, ചോരഭയം, അഗ്നിബാധ. പൂർവ്വ ഈശാന്യ ദിശ, ഈസ്റ്റ് ഈശാന്യ, ധനലാഭം, പ്രശസ്തി, സന്തോഷം. ഉത്തര ഈശാന്യ ദിശ, നോർത്ത് ഈശാന്യ, ധനസമൃദ്ധി. ഉത്തര വായവ്യ, നോർത്ത് വായവ്യ, ശത്രുഭയം, കോർട്ട് കേസുകൾ, അസ്വസ്ഥത, ആത്മഹത്യാശ്രമം, ധനനഷ്ടം, ജോലിയിൽ തടസ്സം. പശ്ചിമ വായവ്യ, വെസ്റ്റ് വായവ്യ, ബുദ്ധിവർദ്ധനവ്, ധനസമൃദ്ധി. പശ്ചിമ നൈಋതി, വെസ്റ്റ് നൈಋതി, അപകട സാധ്യതകൾ, ശരീരാസ്വാസ്ഥ്യം, ധനനഷ്ടം, അകാലമൃത്യു, ആത്മഹത്യ. ദക്ഷിണ നൈಋതി, സൗത്ത് നൈಋതി, ധനനഷ്ടം, ഗൃഹനായികയ്ക്ക് ദോഷം. ദക്ഷിണ ആഗ്നേയം, സൗത്ത് ആഗ്നേയം, ധനലാഭം, സന്തോഷം. കറക്ഷൻ ഓഫ് റോഡ് സ്പിയർ ഇഫക്റ്റ്. വീഥിശൂലത്തിന് പരിഹാരം. ചുറ്റുമതിലിൽ പ്രവേശനദ്വാരത്തിന് ഇരുവശത്തുമായി ഓരോ കോപ്പർ ക്രിസ്റ്റൽ റോഡ്സ് മണ്ണിനടിയിൽ സ്ഥാപിക്കുക. ഇവയെ ഒരു വയർ കൊണ്ട് പരസ്പരം ബന്ധിപ്പിക്കുക. ക്രിസ്റ്റൽ ഭാഗം മാത്രം ഭൂമിക്ക് മുകളിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ക്രിസ്റ്റലുകൾ കോസ്മിക് എനർജിയെ ശേഖരിച്ച് മണ്ണിനടിയിലേക്ക് പായിക്കുന്നു. കോപ്പർ റോഡ്സിനെ ബന്ധിച്ചിരിക്കുന്ന വയർ അവയിലൂടെ നെഗറ്റീവ് എനർജിയെ നശിപ്പിക്കുന്നു.